ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രസിദ്ധ ഗാന്ധിയനായ മലയാളി VP അപ്പുകുട്ട പൊതുവാളാണ്. 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്രസിദ്ധ ഗാന്ധിയനായിട്ടുള്ള മലയാളിയാണ് VP അപ്പുകുട്ട പൊതുവാൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളിയായ പരമ്പരാഗത നെൽ വിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമനാണ്. 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളിയായ പരമ്പരാഗത നെൽ വിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമൻ. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. പ്രീവിയസ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയാണ്. PYQ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ ചോദ്യവും PYQ തന്നെയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അംബിക സുധൻ മങ്ങാടാണ്. പ്രാണവായു എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അംബിക സുധൻ മങ്ങാട്. പ്രാണവായു ആണ് കൃതി. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കൃതിയുണ്ട്, എൻമകജെ. എൻഡോസൾഫാൻ ദുരന്തം പ്രമേയമാക്കിയിട്ടുള്ള അംബിക സുധൻ മങ്ങാടിൻ്റെ ഒരു കൃതിയാണ് എൻമകജെ. പക്ഷേ ഓടക്കുഴൽ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് പ്രാണവായു എന്ന കൃതിയാണ്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വായനശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. വായനശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫ്രണ്ട്സ് ഓഫ് ലൈബ്രറി പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി 7th ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സൈനിക ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സൈനിക ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ശിവ ചൗഹാൻ. 8th ക്വസ്റ്റ്യൻ ആണ്, ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് ദുരന്തം അനുഭവപ്പെട്ട ഹിമാലയൻ നഗരമായ ജോഷിമഠ് ഏത് സംസ്ഥാനത്താണ്? PYQ ആണ്. ഉത്തരാഖണ്ഡിലാണ്, ചമോലി ജില്ലയിലാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ജോഷിമഠ്. ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് ദുരന്തം അനുഭവപ്പെട്ട ഹിമാലയൻ നഗരമാണ് ജോഷിമഠ് കേട്ടോ. ഏത് സംസ്ഥാനത്താണെന്ന് തന്നെയായിരുന്നു ചോദ്യം. ഇനി 9ാമത്തെ ചോദ്യമാണ്, 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ബീഹാറാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ആദ്യ ഇൻട്രാനാസൽ എന്നാണ് കേട്ടോ. ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ ആണ് ഇൻകോവാക്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ ആണ് ഇൻകോവാക്. ഇൻട്രാ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ. പിന്നെ ക്ലാസ് എഴുതി വെച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണതാണ് സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി തന്നെ പഠിക്കുക. നമുക്ക് 10 ക്ലാസ് കഴിഞ്ഞാൽ ഒരു റിവിഷൻ എക്സാം വയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്